ഹായ്, ഇന്ന് നമുക്കൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഇത് നമ്മൾ കുറച്ച് ഗോതമ്പ് മാവ് രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ളത് എടുത്തു വെച്ചേർന്നതാണ് കേട്ടോ. പിന്നെ ഇതിനായിട്ട് നമ്മളിത് കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഏലക്കയും ജീരകം കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. ഇത് നമ്മൾ ദോശ പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടുത്തിട്ട് കൊടുത്തിട്ട് മടക്കി എടുക്കണ ഒരു പലഹാരമാണ് കേട്ടോ ഇത്. ഇതിനായിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കാം കേട്ടോ. എന്നിട്ട് പാനൊന്ന് വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പാൻ നന്നായിട്ട് ചൂടായിട്ട് കേട്ടോ, നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്താണ് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. പാനൊന്ന് ഇതിലേക്ക് 2 തുള്ളി വെളിച്ചെണ്ണ നമ്മളൊന്ന് ഇങ്ങനെ മീതി ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് മൂടി ഒന്ന് മാറ്റാം കേട്ടോ. അതിനുശേഷം ഈ തേങ്ങ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് സൈഡിൽ ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മളിത് സ്പൂൺ വെച്ചിട്ടൊന്ന് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് നിരത്തി കൊടുത്താൽ മതി. കുറച്ചുകൂടെ അത് നമുക്കതിൽ നിന്ന് മടക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നല്ല മധുരമുണ്ട്. ഒന്നും കൂടെ ഒന്ന് മറിച്ചിടാം കേട്ടോ. ഇപ്പം നമ്മുടെ ദോശ നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. ഇതൊന്ന് എടുക്കാം കേട്ടോ. ദോശ എന്ന് പറയാം. അതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു പലഹാരമാണ്. ഒരെണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് അധികം ഒന്നും ഉണ്ടാക്കാനില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചതാണ് കേട്ടോ. അപ്പം നിങ്ങളെ കൂടെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ച് വെച്ചായിരുന്നു. രണ്ട് തുള്ളി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. നമുക്ക് ആദ്യത്തെ പോലെ തന്നെ മൂടി വെച്ചിട്ട് ഇതിട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ അതുപോലെ തന്നെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പുറം വശം കൂടെ ഒന്നങ്ങ് മറിച്ചിട്ടിട്ട് അപ്പം തന്നെ എടുക്കാം കേട്ടോ. ഇതും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ നമുക്കൊന്നും എടുക്കാം കേട്ടോ. നമ്മൾ 3 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. കുറച്ച് ഞാൻ കഴിച്ച് കാണിച്ചില്ല കേട്ടോ. തേങ്ങയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. സൂപ്പറാണ്. നല്ല രസമുണ്ട്. മോളായിട്ട് വീഡിയോ എടുക്കണം. മൊത്തത്തിൽ കൊടുത്ത് നോക്കാം. അങ്ങനെയുണ്ട്. സൂപ്പർ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ. ബൈ.